ചേച്ചി, യെസ്, ഇവിടെ നമ്മളിപ്പോ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരാൻ പോവാണ്. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാ. കാരണം എന്താണെന്ന് അറിയാമോ, ഇപ്പൊ അടുത്ത് വന്ന കുറേ സിനിമകളിലൂടെ അതിലെ പാട്ടുകളിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. നമ്മളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു വോയിസ് ആണ്. നമ്മളെ ഒത്തിരി പാടി ഞെട്ടിച്ചിട്ടുള്ള ആര്യ ചേച്ചിക്കൊക്കെ വളരെ നല്ലോണം പേഴ്സണലി അറിയുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഒരുപാട് കിടിലം മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ സെബ ടോമി. ലെറ്റ്സ് വെൽക്കം സെബ ചേച്ചി ഓൺ സ്റ്റേജ്. ഹലോ, ഹായ് ചേച്ചി, വെൽക്കം. താങ്ക് യു. എന്തുണ്ട് വിശേഷം? സുഖം. സുഖം. സെബെ കാണുമ്പോഴത്തേക്കും ഉടനെ ക്വീൻ ഓഫ് ദ നൈറ്റ് എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് മ്യൂസിക് ഓഫ് ദ നൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ്രി ലോർഡ് വെബറിന്റെ Phantom of the Opera. That's a very beautiful song, and your song is a very beautiful song. Thank you so much. And അത് പാടിയിരിക്കുന്നത് ഓൺ ദ ഡോട്ട് സൂപ്പർബാണ്. Thank you so much. സെബയുടെ കാഴ്ചകള് പാട്ടിന്റെ ആ ഒരു ആലാപനത്തിൽ കാണാൻ പറ്റും. അതില് ആ മ്യൂസീഷ്യനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ മ്യൂസിക് ഇൻ യു അത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. Thank you so much. That's a very wonderful compliment to receive. Thank you. അപ്പൊ സെബയെ കൂടുതൽ ഇഷ്ടം ഒരു കാരണമുണ്ട്. കാരണം സിബി സാറിന്റെ നീസും കൂടെയാണ്. എന്റെ ഫസ്റ്റ് കസിൻസ് അമ്മയും സിബി സാറിന്റെ കുറച്ച് സിനിമകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെയധികം അഡോർ ചെയ്യുന്ന ഡയറക്ടറാണ്. സോ ഇൻ ദാറ്റ് വേ ഓൾസോ യുവർ പ്രസൻസ് ടുഡേ മേക്സ് എ ഡിഫറൻസ്. വെൽക്കം ടു ടോപ്പ് സിംഗർ. Thank you for having me. Thank you. ഞാൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. I have to be there. I love to be on stage. ഞങ്ങള് ഒരുപാട് പാട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും, കമന്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അയക്കും. പക്ഷെ ഞങ്ങൾ ഇന്നാണ് നേരിട്ട് കാണുന്നത്. സോ ഹാപ്പി ടു സീ യു ഹിയർ, സോ ഹാപ്പി ടു ഹാവ് യു ഹിയർ സെബ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ക്യാപ്റ്റൻ, ആ പാട്ടിന് എനിക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്. ഓഫ് കോഴ്സ്. പിന്നെന്താ? ഹായ് സെബ. ഹലോ. എവിടെയോ കണ്ടു മറന്ന മുഖം. യെസ്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, പണ്ടൊരു ഒരു ഓഡിഷൻ അല്ലേ? അത് പണ്ട് ഞാൻ ഭയങ്കര ചെറുപ്പമായിരുന്നു. എനിക്കൊന്ന് സ്കൂളിലെ സമയമാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ സ്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഒരു അതെനിക്കൊന്ന് ഓൺലൈൻ ഏതോ ഒരു കോമ്പറ്റീഷൻ പോലെ ആയിരുന്നു. സോ അങ്ങനെ ഞാൻ ഓഡിഷന് പോയപ്പോ സാർ അവിടെ അത് കൂടാണ്ട് എനിക്ക് തോന്നുന്നു രാജഗിരിയില് സ്റ്റേജിൽ പാടിയിട്ടില്ലേ? രാജഗിരിയിലാ ഞാൻ സ്കൂളിംഗ് ചെയ്ത രാജഗിരി. എന്റെ മക്കൾ അവിടെ പഠിച്ചിരുന്നു. സ്റ്റേജിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, അപ്പൊ ഇപ്പൊ പിന്നെ എന്റെ അയൽവക്കത്ത് താമസിക്കുന്ന മാഗി ചേച്ചി, അത് സിബിച്ചേട്ടന്റെ കസിനാണ്. അപ്പം അവര് മാഗി ചേച്ചിയുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് സെബയുടെ കാര്യം. അപ്പം എന്തായാലും അത് ഞാൻ പെട്ടെന്ന് മറന്നുപോയിരുന്നു. ഇന്നിപ്പോ സെബയെ കണ്ടപ്പോഴാണ് ആ കാര്യം ആലോചിച്ചത്. അപ്പൊ എന്തായാലും സന്തോഷം സെബയെ ഈ വേദിയിൽ കണ്ടതിൽ. ഇഷ്ടംപോലെ പാട്ടുകൾ പാടി, അത് പലതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട പാട്ടാണ്. ഓഫീസർ, കൽക്കി, ഗരുഡൻ, ഇപ്പൊ ലോകയിൽ കൂടെ ലോകം മുഴുവൻ പ്രസിദ്ധി ആർജിച്ചിരിക്കുകയാണ്. അതെ, അപ്പൊ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ജിംഗിൾസ് കുറെ പാടിയിട്ടുണ്ട് അല്ലെ? ഇനിയും അനേകം ഉയരങ്ങൾ കീഴടക്കട്ടെ. ദൈവം അതിനു വേണ്ടി അനുഗ്രഹിക്കട്ടെ. ഇഷ്ടംപോലെ അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നേറട്ടെ. ചേച്ചി, ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. എന്റെ ഓഫീസറിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ്, മീനുട്ടി, Zeba is a very hard working musician. Also, വേറൊരു കാര്യം, lot of indie music, her own composition, her own lyrics എല്ലാം ചെയ്തിട്ടുണ്ട് സെബ, which is really great. സ്പോട്ടിഫൈയിൽ നോക്കി കഴിഞ്ഞാൽ ആദ്യം കുറച്ച് മൂവി സോങ്സ് കാണാം, പക്ഷെ ഡെഫിനറ്റ്ലി go through her indie tracks also, which is really good. So happy to have you here, Zeba. Thank you so much. Zeba, yes, എന്റെ കാഴ്ചയില് ഒരു മ്യൂസീഷ്യൻ ടു ബി ഇൻ മ്യൂസിക് എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യ. ടു ബി മ്യൂസീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ തന്നെ അല്ലേ ഫുൾ ടൈം അല്ലേ? അപ്പൊ അങ്ങനെ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും പാട്ടുകൾ ഇങ്ങനെ പാടാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നണേ. അപ്പൊ ഈ ലോകയിലെ പാട്ടൊന്ന് കേൾക്കാമോ നമുക്ക്? പിന്നെന്താ, പാടാലോ. You can try but you'll never know. Live
like this and to never show roots that never hold, never grow. I'm running out of places to go. Queen of the night, there's no savior inside. Feudalist to fight in the prison of my life. Now it's just another day in another place. Now it's just another day in another place. Parts of me that I cannot free. Dare I dream of being me? I've been running all my life, but finish lines keep fading by. Come sit a while with me in my garden of misery. 1,000 souls may come and go, but time is my enemy forever and more. And I'm your queen of the night. There's no savior inside. Feudalist to fight in the prison of my life. Now it's just another day in another place. Now it's just another day in another place. Thank you so much. Superb. Zeba also wrote the lyrics for this song. Great. Great, very nice. ശരിക്കും സൂപ്പർ. ഞങ്ങക്ക് ലൈവ് കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അല്ലേ? yes, ഇന്നിവിടെ yes, വന്ന് exactly. അതെ. വോക്കൽ ടെക്നിക്സ് ഒക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. അതെ. അത് ഞാൻ കൂടുതൽ പറയണ ലൈവ് ഞാനിപ്പോ ഒരു പ്രോപ്പർ ലൈവായിട്ട് ഞാൻ ആദ്യമായിട്ടാ പാടുന്നത്. കൊള്ളാം. ഇത് ലൈവായിട്ട് തോന്നിയില്ല സത്യത്തില്. ഒറിജിനലായിട്ടാ തോന്നുന്നത്. ഒറിജിനല് ചുമ്മാ മൈം ചെയ്യാന്നാ ഞങ്ങൾക്ക് തോന്നിയത്. മത്സരം സെബ വേറെ ആ, ലെവലാണ്. അതെ. എടാ എനിക്ക് ആ ആരോ നെഞ്ചിലും കൂടെ പാടിത്തരുമോ? അതെ, ഒരു മലയാളം എനിക്ക് പാട്ട്. ഭയങ്കര ഇഷ്ടമാണ് സെബയുടെ വേർഷൻ. പാടാലോ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം, താനീ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്ന താരം, ഒരു തൂവൽ തിന്നലുമില്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ, അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാലേ. Thank you, Zeba. Thank you so much for having me. I had such a wonderful time. പിന്നെ ഈ ഒരു ലോക എന്നൊരു പറഞ്ഞ പ്രോജക്റ്റ് തന്നെ ചെയ്യുന്ന ടു ബി ഏബിൾ ടു ഡു ദാറ്റ് സോങ് ഇൻ ഇറ്റ് സെൽഫ് ഒരു നല്ല എക്സ്പീരിയൻസ്, നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. സോ അത് ഷെയർ ചെയ്യാൻ പറ്റുക, ആ ഒരു സോങ് ലൈവ് പാടാൻ പറ്റുക, ദാറ്റ് ടു ഫോർ ഓൾ ഓഫ് യു. ഐ ലുക്ക് അപ്പ് ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു എ ലോട്ട്. ആൻഡ് സാറിൻ്റെ പാട്ടുകളായാലും ഞാൻ കുറേ പാടിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് സ്റ്റേജസിലൊക്കെ എൻ്റെ അച്ഛനറിയാം ഞാൻ കുറേ പാടുന്ന പാട്ടുകളുണ്ട്. സോ ഇറ്റ്സ് എൻ ഓണർ ടു ബി ഹിയർ ആൻഡ് ടു സിംഗ് for each of you. So thank you so much. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. Thank you, Zeba. God bless to continue your wonderful journey in music. Thank and you we so are with much. you. Yes, thank you. അപ്പൊ സബ ചേച്ചി, ഞങ്ങളും ഒത്തിരി ഹാപ്പിയാണ്. ഇവിടെ ഇരുന്ന് നമുക്ക് ഒരാളുടെ പാട്ടും കൂടെ കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ,
നല്ലൊരു മെലഡി സോങ്ങുമായിട്ട് നമ്മുടെ AM സുപ്രഭാതം എത്തുന്നു. ലെറ്റ്സ് വെൽക്കം അമൃത കുട്ടി ഓൺ സ്റ്റേജ്. സുപ്രഭാതം. അതെ സന്ധ്യക്ക്. ഹലോ ഹലോ ഹായ്. സുപ്രഭാതം. ഹായ് ഹായ് അമ്മുക്കുട്ടിയെ. സുപ്രഭാതം. എന്തോ എന്തു പറയുന്നു അമ്മുക്കുട്ടിയെ? സുഖം. ആണോ? ഉം. വിശേഷം? വിശേഷം അമ്മയ്ക്ക് അത് ഉം. രണ്ടാമത്തെ ഒരു കുട്ടി. ഉണ്ടായോ? ഇല്ല ആ. പറയാൻ ആകുന്നതേ ഉള്ളൂ. വിശേഷമായിന്ന്. അത് ശരി, വിശേഷമായി. അതാണ് വിശേഷം. ആടാ. ഓ കൺഗ്രാചുലേഷൻ. Thank you. അമൃത ചേച്ചി ആവാൻ പോവാണ്. അതെ ആഹാ. അപ്പൊ ഒരു അനീത്തിയോ അനിയനോ വരാൻ പോകണം അതെ അല്ലേ? അതെ. ഓക്കെ. എനിക്കൊരാഗ്രഹമുണ്ട്. എന്താണ് ആഗ്രഹം? മീനൂട്ടി ചേച്ചിയുടെ ഇൻട്രഡക്ഷൻ ഞാൻ പറയട്ടെ. പിന്നെ പറഞ്ഞോ. കുഞ്ഞ് എത്ര തവണ വേണം പറഞ്ഞോ. പറഞ്ഞു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, പ്രത്യേകിച്ച് മീനൂട്ടി ചേച്ചി. ഞാൻ ക്ഷമിച്ചു. ആ പോരട്ടെ. അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കുട്ടി പാട്ടുകാരുടെ പാട്ടും വിശേഷങ്ങളും ഒക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാം. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. വെൽക്കം MJ അങ്കിൾ, താങ്ക് യു. മധു അങ്കിൾ, ഹായ്. ആര്യ ചേച്ചി, വെൽക്കം. ഇനി നമ്മുടെ സ്പെഷ്യൽ ടോപ്പ് ബാൻഡിനെയും കൂടെ വെൽക്കം ചെയ്യാം. വെൽക്കം ടോപ്പ് ബാൻഡ്. യെസ്. കണ്ടുപടി മീൻകുട്ടി, കണ്ടുപടി. കണ്ടാ ഇങ്ങനെ വേണം. ഇങ്ങനെ വേണം. ഇപ്പോഴാണ് സന്തോഷമായത്. റിലീഫ് എന്നൊക്കെ പറയില്ലേ അയ്യോ മീനുട്ടേ? എന്തോ എന്തിനെവിടെ ഇനി? ഇനി ഞാൻ എന്തോ അമൃതത്തിന് വരെ കൊണ്ടുവരാം. ഈ സ്റ്റേജിൽ വരുമ്പോഴാന്ന് തോന്നൂല്ലേ അമൃതത്തിന് കുറച്ച് റിലീഫ് കിട്ടുന്നത് അല്ലെ? വീട്ടിൽ അതിന് കുറച്ച് എങ്ങനെ വെറുതെ വീട്ടിൽ കുറച്ച് സ്ട്രിക്റ്റ് ആന്നൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പൂപ്പൻ പട്ടാളത്തിലല്ലേ, അതുകൊണ്ട് കുറച്ച് പട്ടാളച്ചിട്ടയാന്നൊക്കെ ഞാൻ അറിഞ്ഞു. ആണോ? ആ ഇവിടെ വരും. നേരാണോ? ആ അമൃതം എല്ലാം വലിച്ചു വാരിയിടും വീട്ടില്. അപ്പൂപ്പൻ ചീത്ത പറയും. അത്രയ്ക്കൊന്നുമില്ല, പിന്നെ ചെറുതായിട്ടൊക്കെ. ചെറുതായിട്ടൊക്കെ മതി. അപ്പൂപ്പൻ അത് ചെറിയ ചെറിയ മതിയല്ലോ. അലമ്പൊക്കെ. അപ്പൂപ്പൻ എങ്ങനെ സ്ട്രിക്റ്റ് ആവണത്? ഞാനിപ്പോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ ഇങ്ങനെ വിട്ടിട്ട് പോവും. ആ. അപ്പൊ അപ്പൂപ്പൻ പറയും, മോളെ അത് ലേഔട്ട് ചെയ്ത് വെക്കണം അത് എന്ന് ശരി. പറഞ്ഞിട്ട് ലേ ഔട്ട് ചെയ്ത് വെക്കണമെന്നോ? ലേഔട്ട്. ആണല്ലേ? ഓ അത് ശരി. അത്ര സ്ട്രിക്റ്റ് അപ്പൊ. അപ്പൂപ്പൻ ആള് കൊള്ളാലോ. അപ്പൂപ്പൻ ഇങ്ങനെയാണ് കരുതുന്നത്. ടാലന്റ് എന്ന് പറഞ്ഞാൽ അത് വിത്ത് മാത്രമാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ അത് ഡിസിപ്ലിൻ ആണ്. ഓ എങ്ങനെയുണ്ട്? കൊള്ളാം. അധികം അങ്ങ് ഇപ്പൊ മനസ്സിലായി. കണ്ടുപിടിച്ച അതെ. ഇപ്പൊ കണ്ടുപിടിച്ച വല്ല മനസ്സിലായ? ഇപ്പൊ വന്നിട്ടേ ഉള്ള കോട്ട് അല്ല മീനോട്ടിക്ക് എന്തെങ്കിലും മനസ്സിലായ? മനസ്സിലായി. ഡിസിപ്ലിൻ മനസ്സിലായി, ഉണ്ടെങ്കിലേ ടാലന്റ് വളരുള്ളൂ. ആ Yes. വളരെ അല്ലേ? അതാണ് എന്റെ ഉദ്ദേശം. കേട്ടാ? അപ്പൊ അപ്പൊ ഒരു ദിവസം കൂടെ കൊണ്ടുവരണേ. കൊണ്ടുവരാം ഒന്ന് കൊണ്ടുവരാം. കാണട്ടെ ആ പട്ടാളച്ചിട്ടുള്ള. അതെ അതെ. ഏത് പാട്ടാ? കണ്ണൻ ആരാരോ ഉണ്ണി കൺമണി ആരാരോ. ഉണ്ണിയാരാരിരു. ഇത് ഇതാണ്. കണ്ണൻ ആരാരോ. അത് കണ്ണൻ ആരാരോ. കണ്ണൻ ആരാരോ. ഓക്കെ. ബാക്കി ഡീറ്റെയിൽസ്. പാടിയത് ചിത്രാമ്മ. ആ. സിനിമ ഗമനം. വർഷം 1994. വെരി ഗുഡ്. മ്യൂസിക് ഔസേ പച്ചൻ സാർ. ലിറിക്സ് ബിച്ചു തിരുമല സാർ. വെരി ആഹാ. നൈസ്. ഗുഡ്. മിടുക്കി. ഇനി അമ്മക്കുട്ടി കോമ്പയർ ചെയ്താൽ മതി കേട്ടോ. അതെ. ഒന്ന് തുടങ്ങാം കേട്ടോ. തുടങ്ങാം. ഞാൻ റെക്കമെൻഡ് ചെയ്യാം രാകേഷിന്. ആ. ഓക്കെ അതെ. ശരിയാ? ശരി. അപ്രൂവ് ചെയ്ത്. രാകേഷിന് ആദ്യം തന്നെ സബാഷ്. അതൊന്നും എന്റെ നടക്കില്ല. ചെവിയിലാ. അതൊന്നും നടക്കില്ല. മീനൂട്ടിന് കല്യാണം കഴിഞ്ഞ് കുട്ടിയായി. ആ കുട്ടിക്ക് ജോലി കിട്ടി. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ആ അമ്മുമ്മയായി. കുട്ടിയും ടോപ്പ് എന്നാലും സിംഗർ വന്ന് പാടി. അതെ എന്നാലും മീനൂട്ടി ഇവിടെ കാണും. ഓ എന്റെ മതങ്ങളെങ്കിലും തോന്നിയല്ലോ. ആയിക്കോട്ടെ കുറെ നാളെ കഴിയുമ്പോ എല്ലാവർക്കും മീനൂട്ടി ആയിക്കോട്ടെ. ടോപ്പ് സിംഗർ ഉണ്ട് ഈ വേദിയിൽ അല്ലെ? വടിയൊക്കെ കുത്തിപ്പിടിച്ച് ഇല്ല കേട്ടോ. ഇല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ ഞാൻ അല്ല റിട്ടയർഡ് ആവും. ഞങ്ങളൊക്കെ പടമായിട്ടിരിക്കണ്ടോ എവിടെയെങ്കിലും ഒക്കെ ഇല്ല, മാലയൊക്കെ ഇട്ടാല്. അല്ല അതിലെ പ്ലൂറൽ എനിക്ക് മനസ്സിലായില്ല. അത് സിംഗുലർ മതി. പോട്ടെ, സാരില്ല. മീനൂട്ടി ആ പ്രായാകുമ്പത്തേക്കും. വേണ്ട മതങ്ങൾ അരുതേ, അരുതേ. അപ്പൊ പഠിക്കോ? ഓക്കെ. All the best. താങ്ക് യു.
തോളിൽ നീ എന്ന പുണ്യം താനെ തല ചായ്ക്കും സൗഭാഗ്യം തേടും നിൻ മൗനം എല്ലാം വിട ചൊല്ലി അകലുന്നൊരേകാകി ഗമനം കണ്ണനാരാരോ ഉണ്ണിക്കൺമണിയാരാരോ കണ്ണുനീർ ജന്മം താങ്ങും കൈകളിലാരാരോ. നൈസ് മോളെ, നൈസ് നൈസ്, ഗുഡ് ഗുഡ്. താങ്ക് യു. അമൃത കുട്ടി, എന്തോ അപ്പോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. ആ. എവിടെയൊക്കെ നന്നായിരുന്നു, എവിടെയൊക്കെയാണ് ചെറിയ പ്രശ്നം പറ്റിയതെന്നൊക്കെ അറിയാലോ, മനസ്സിലായല്ലോ. ആ. അപ്പൊ അതൊക്കെ വെച്ച് നിന്ന് കിട്ടുന്ന മാർക്ക് 96.75 out of 100. താങ്ക് യു. ആരാരോ ഉണ്ണിക്കൺമണിയാരാരോ. അപ്പൊ അമൃതം എന്തോ? all the best. Thank you. അടുത്ത ദിവസം ആങ്കർ ചെയ്യാൻ നേരം വരണേ. ആ വരാം. ടാറ്റാ. ടാറ്റാ. എന്ന